സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലടുത്തതാണ് വേരിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ വേരിയേഷൻ തിയറം എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്പം ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, വേരിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വേരിയേഷൻ മെത്തേഡ് വേരിയേഷൻ തിയറിയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടോ വേരിയേഷൻ തിയറി ഉപയോഗിച്ചിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്, വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വേവ് ഇക്വേഷൻ എന്താണെന്നല്ലേ. വേവ് ഇക്വേഷൻ എന്താണ്? എച്ച് ഹാറ്റ് സൈ ഈക്വൽ ടു ഇ സൈ എന്നാണ്. ഇതാണ് ആ ഇക്വേഷൻ, വേവ് ഇക്വേഷനാണ് എച്ച് ഹാറ്റ് സൈ ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്നത്. അതിൽ എച്ച് ഹാറ്റ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, സൈ എന്ന് പറയുന്നത് വേവ് ഫങ്ഷൻ, ഇ എന്ന് പറയുന്നത് എനർജിയാണ്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ തിയറി ഉപയോഗിച്ച് അല്ലെങ്കിൽ വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പോകുന്നതാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ തിയറി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനെ രണ്ട് സൈഡും സൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ രണ്ട് സൈഡിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പോവുകയാണ്. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈയും ചെയ്യണം അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനും ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എല്ലാ വേരിയബിൾസിനെയും ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം സൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റും ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഇൻറ്റു എച്ച് ഹാറ്റ് സൈ ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്ത് വരും, ടീറ്റോ ഫങ്ഷൻ കൂടി വരും, ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഇ സൈ ഡീറ്റോ എന്ന് വരും അല്ലേ. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇ ആണ്, എനർജി ഓഫ് ദ സിസ്റ്റമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ഹാറ്റ് സൈ ഡീറ്റോ ഈക്വൽ ടു, ഇനെ നമ്മൾ ഇൻ്റഗ്രലിനെ പുറത്തെടുത്തു, ഇ ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ സൈ ഡീറ്റോ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ബാക്കി എന്ത് വരും, ഇൻ്റഗ്രൽ ഓഫ് സൈ എച്ച് ഹാറ്റ് ഇവിടെ സൈ സ്റ്റാർ ഉണ്ട്, സൈ സ്റ്റാർ എച്ച് ഹാറ്റ് സൈ ഡീറ്റോ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഡീറ്റോ എന്ന് എഴുതിക്കൂടെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ്, അതായത് സൈ എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് ഫങ്ഷൻ ആണെങ്കിൽ, അതായത് നോർമലൈസ്ഡ് ഫങ്ഷൻ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നോർമലൈസ്ഡ് ഫങ്ഷൻ്റെ കണ്ടീഷൻ എന്താ, ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഡീറ്റോ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. ഇതാണ് നോർമലൈസ്ഡിൻ്റെ കണ്ടീഷൻ, ഒരു നോർമലൈസ്ഡ് ഫങ്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ഫങ്ഷൻ സൈ ഒരു നോർമലൈസ്ഡ് ഫങ്ഷൻ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പം ഇ എന്ന് പറയുന്നത് എന്താകും, എന്ത് കിട്ടും, ഇ ഈക്വൽ ടു താഴത്തെ ഭാഗം 1 ആയി മാറി അല്ലേ. ഈ ഇക്വേഷനിൽ ഇത് 1 ആയിട്ട് മാറി. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ എച്ച് ഹാറ്റ് സൈ ഡീറ്റോ എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് ശരിക്കും ആക്ച്വലി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഈ ഇക്വേഷൻ നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ഓഫ് ദ സിസ്റ്റം, എനർജി സിസ്റ്റത്തിൻ്റെ എനർജീൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും വിത്ത് ദി എയ്ഗൻ ഫങ്ഷൻ സൈ. അതായത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ പറയുകയാണെങ്കിൽ, കൺഫ്യൂഷനൊന്നും വേണ്ട, ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ കൺഫ്യൂഷനൊന്നും വേണ്ട. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിനെ തുടക്കം മുതൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു വേവ് ഫങ്ഷൻ സൈ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ ഇതിനെയാണ് നമ്മൾ ഈഗൻ വാല്യൂ അല്ലെങ്കിൽ സൈ എന്ന് പറയുന്നത്, സൈ ആണ് നമ്മുടെ ഇവിടുത്തെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഈഗൻ വാല്യൂ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആവറേജ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ എച്ച് ഹാറ്റ് സൈ ഡീറ്റോ എന്ന് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം.
ഇനിയാണ് നമ്മൾ വേരിയേഷൻ തിയറി അല്ലെങ്കിൽ വേരിയേഷൻ ഫങ്ഷൻ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ പുതിയൊരു ഏഗൻ ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൽ നമ്മുടെ സൈ ആയിരുന്നു ഏഗൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ സൈക്ക് പകരം പുതിയൊരു ആർബിട്രറി ചൂസൺ ആയിട്ടുള്ള ഒരു ട്രയൽ ഏഗൻ ഫങ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ട്രയൽ ഏഗൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫൈ ആണ്. ഇതിന് പറയുന്നത് ഫൈ എന്നാണ് കേട്ടോ, ഫൈ. അപ്പോൾ ഇതാണ് ഫൈ എന്നാണ് പറയുക. അപ്പോൾ പുതിയൊരു വേവ് ഫങ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം, ഏഗൻ ഫങ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അതാണ് ഫൈ എന്ന് പറയുന്നത്. അതിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾ കോഎഫിഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് λ1, λ2, λ3 എക്സെട്ര അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ വേരിയബിൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പുതിയൊരു ആർബിട്രറി ചൂസൺ ഏഗൻ ഫങ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനെന്തുണ്ട്? ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ വേരിയബിൾസ് എന്തൊക്കെയാണ്? λ1, λ2, λ3 എക്സെട്ര. അതിനാണ് നമ്മൾ വേരിയബിൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലൈസ്ഡ് ഫങ്ഷൻ ആണെന്നല്ലേ. അപ്പോൾ ഇതും എന്തായിരിക്കും? ഫൈ എന്ന് പറയുന്നത് എന്താണ്? നോർമലൈസ്ഡ് ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 5 സ്റ്റാർ 5 ഡീറ്റോ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അപ്പം നമ്മളിനി അസ്യൂം ചെയ്യാണ് ഫൈ എന്ന് പറയുന്ന ആ പുതിയ ആർബിട്രറി ചൂസൺ ഫങ്ഷന് കുറച്ചുകൂടി കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ ഇക്വേഷനെ എന്ത് ഫോമിൽ എഴുതാൻ പറ്റും? ഈ ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് 5 സ്റ്റാർ h hat ഫൈ ഡീറ്റോ എന്ന് എഴുതിക്കൂടെ? അപ്പം നമ്മുടെ പുതിയ എനർജി അല്ലെങ്കിൽ കൂടുതൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എനർജി ഇ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇ ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് 5 സ്റ്റാർ h hat ഫൈ ഡീറ്റോ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയബിൾ തിയറം ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ആക്ച്വലി പുതിയ 2 വേരിയബിളാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇ ഫൈ, ഇതൊരു പുതിയ ടേമാണ് അല്ലേ. അതായത് അപ്പോൾ ഇ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെയാണ് നമ്മൾ വേരിയേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇ ഫൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വേരിയേഷണൽ എനർജിയാണ്. അതുപോലെ തന്നെ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷണൽ ഇൻറ്റഗ്രൽ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വേരിയേഷൻ എനർജിയും വേരിയേഷൻ ഇൻറ്റഗ്രലും കിട്ടി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ്? വേരിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിനെ ബേസ്ഡ് ആണ്? വേരിയേഷൻ തിയറിയെ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വേരിയേഷൻ തിയറി എന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, according to variation theory, the average or expectation value of the energy calculated by evaluating the integral E phi equal to integral of 5 star h hat phi dt is always greater than or equal to the ground state energy E0 of the system. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. എന്താണ് വേരിയേഷൻ തിയറി? ഡിഫൈൻ വേരിയേഷൻ തിയറി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ വേരിയേഷൻ തിയറി എന്താണ് പറയുന്നത്? അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇൻറ്റഗ്രൽ ഈ ഫൈയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എടുത്തിട്ട് നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഇ ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് 5 സ്റ്റാർ h hat ഫൈ ഡീറ്റോ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് എന്താണ്? ഈ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇ ഫൈ എന്ന് പറയുന്ന ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ. ഓക്കെ, ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ദി E0 എന്ന് പറയുന്നത്, അതായത് ഇ ഫൈ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ
എന്തായിരിക്കും E0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് വേരിയേഷൻ തിയറി. ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ ഇതാണ് വേരിയേഷൻ തിയറി. E5 ഗ്രേറ്റർ ദാൻ E0 ആണ്. E5 എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എടുത്തിട്ട് അല്ലേ, നമ്മൾ വേരിയബിൾ ഇൻറ്റഗ്രൽ എടുത്തിട്ട് ചെയ്ത് കിട്ടുന്ന എനർജിയാണ് E5 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജീനെയാണ് നമ്മൾ E0 എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജീനേക്കാൾ എപ്പോഴും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കുമെന്നാണ് വേരിയേഷൻ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരിയേഷൻ തിയറിയും കൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്താണ്? അതായത് വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ, പല ഡിഫറെൻറ്റ് ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് E5 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ E5 തന്നെ E5 1 എടുക്കും. കാരണം നമ്മൾ പറഞ്ഞു വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു 5 ആവുമ്പോൾ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ E5 എന്ന് പറയുന്നത് വേരിയബിൾ λ1 ആണെങ്കിൽ അത് E5 1 ആയിരിക്കും, λ2 ആണെങ്കിൽ അത് E5 2, λ3 ആണെങ്കിൽ E5 3. അങ്ങനെ എത്ര ട്രയൽ വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ. അങ്ങനെ ഓരോ ട്രയൽ 5 വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനനുസരിച്ചുള്ള ഈ വാല്യൂ, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി വാല്യൂവും കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡിഫറെൻറ്റ് ട്രയൽ വാല്യൂസ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ എനർജിയും ആക്ച്വൽ എനർജിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മിനിമം എനർജി സിസ്റ്റത്തിന് എപ്പോഴാണ് കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് വേരിയേഷൻ തിയറിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിതിൽ ആദ്യം എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം ഒരു വേവ് ഫംഗ്ഷൻ എടുത്തു അല്ലേ. ആ വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സൈ സ്റ്റാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എനർജി വാല്യൂ കണ്ടുപിടിച്ചു. നോർമലൈസ്ഡ് ആകുമ്പോൾ ആ വാല്യൂ നമ്മൾ 1 ആക്കിയെടുത്തു. അപ്പോൾ നമുക്ക് E എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ H hat സൈ D2 എന്ന് കിട്ടി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർബിട്രറി ചൂസൺ ഏഗൻ ഫംഗ്ഷൻ ആയിട്ടുള്ള പുതിയൊരു വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏഗൻ ഫംഗ്ഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു 5. പിന്നെ അതിന് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെയും ഡിഫറെൻറ്റ് എനർജീസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ പറയുന്നത് എന്താണ്, വേരിയേഷൻ തിയറിയിൽ പറയുന്നത് എന്താണ്, ഈ E5 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതാണ് വേരിയേഷൻ തിയറി പറയുന്നത്. അപ്പം വേരിയേഷൻ തിയറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം ഏറ്റവും മിനിമൈസ്ഡ് എനർജി ആയിട്ടിരിക്കുന്നത് ഏത് ട്രയൽ ഫംഗ്ഷനിലാണെന്ന് നമുക്ക് ട്രയൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.